ഇപ്പോൾ തന്നെ പെരിന്തൽമണ്ണ ആർടിഒ വിളിച്ചു, ചർച്ച ചെയ്തു. അവസാനം ആർടിഒ ഏറ്റെടുത്തു. ആർടിഒ ചോദിച്ച ചോദ്യം, അദ്ദേഹം ചോദിച്ചത്, പുരോഹിതന്മാർ ചോദിച്ചത്, രണ്ട് കൂട്ടർക്കും സമ്മതനായ ഒരാളെ കൊണ്ട് ഖുതുബ ഓതിച്ചുകൂടെ എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സമൂഹത്തിന് ഒരു വ്യാജം മാത്രം പറയുകയും കളവ് മാത്രം ചെയ്യുകയും അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരുടെ കേശം വരെ കളവ് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി പണം പിരിക്കുകയും ചെയ്ത ആളുകൾ ഖുതുബ ഓതിയാൽ ഞങ്ങൾ മനസ്സിലാക്കാം ഖുതുബ തന്നെ സഹിയാവില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ ഖുതുബ കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, മുടിക്കാട് പള്ളിയുമായി ബന്ധപ്പെട്ട് ആരാണ് കുഴപ്പക്കാർ, ആരാണ് പ്രശ്നക്കാർ എന്ന് വ്യക്തമായിരിക്കുകയാണ്. ചേളാരി വിഭാഗക്കാർ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നവർ എന്ന് അവരുടെ നേതാവ് തന്നെ പറഞ്ഞുപോയി. കേട്ടു നോക്കൂ നിങ്ങൾ സമദ് പൂക്കോട്ടൂരിന്റെ പ്രസംഗം. ബഹുമാനപ്പെട്ട ആർഡിഒ അവർകള് ഇതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥ തീരുമാനമെന്ന നിലയ്ക്ക് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം രണ്ട് കൂട്ടർക്കും സമ്മതനായ ഒരാളെ കൊണ്ട് ഖുതുബ ഓദിക്കാൻ അദ്ദേഹം ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അതോടുകൂടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന നിലയ്ക്ക് ഒരു മധ്യസ്ഥ തീരുമാനമാകുമ്പോൾ അങ്ങനെയാണല്ലോ വേണ്ടത്. ഉടനെ ചേളാരി വിഭാഗക്കാരുടെ പ്രതികരണം എന്താണ് എന്ന് പൂക്കോട്ടൂർക്കാരൻ തന്നെ പറയുന്നു. അവർക്ക് പറ്റില്ല പോലും. കാരണം നമ്മൾ കളവ് പറയുന്നവരോ വ്യാജമായി പിരിവ് നടത്തുന്നവരാണ് എന്നൊക്കെ ഇവരുടെ ഭാഷ്യം. നോക്കൂ നിങ്ങൾ, ആരാണ് ഈ പറയുന്നത്? സമദ് പൂക്കോട്ടൂരാണ്. കള്ള ഒപ്പിട്ട് ഉറുദു അധ്യാപകനായ ഇദ്ദേഹം അധ്യാപക പണിക്ക് പോകാതെ കള്ള ഒപ്പിട്ടിട്ട് ജോലിക്ക് പോകാതെ ആ ദിവസവും കള്ള ഒപ്പിട്ട് ശമ്പളം വാങ്ങി കേസിൽ കുടുങ്ങി കേസ് അഭിമുഖീകരിക്കുന്ന ഇദ്ദേഹമായി പറയുന്നത്. വേശ്യപ്പെണ്ണിന്റെ ചാരിത്ര പ്രസംഗം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് എന്താ പറയാ സുഹൃത്തുക്കളെ? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹം പറയുന്നത് എന്താ? കള്ള ഒപ്പിട്ട് ശമ്പളം വാങ്ങി കേസ് അഭിമുഖീകരിക്കുന്ന ഒരു വിദ്വാൻ പറയുന്നു നമ്മൾ കളവ് പറയുന്നവരും കള്ളന്മാരാണ് എന്ന്. വേശ്യപ്പെണ്ണിന്റെ ചാരിത്ര പ്രസംഗം പോലെയല്ല ഇതിനെ കാണാൻ പറ്റുക. നോക്കൂ നിങ്ങൾ, പിരിവ് നടത്തുന്നവരാണ് പോലും. 25,000 രൂപ വില നിശ്ചയിച്ച് 2 കുപ്പി വെള്ളം സനതുള്ളതാണ്, കളവ് പറയുകയല്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയ കൂട്ടർ പിരിവ് നടത്തുന്നില്ല പോലും. എന്നിട്ട് അതേ മുടിയിട്ട വെള്ളത്തെക്കുറിച്ച് ഇവരുടെ മുക്കൂട്ട് മുന്നണിയിൽപ്പെട്ട വിഭാഗം തന്നെ പറയാം അത് ഓവുചാലിലെ വെള്ളമാണ്. എന്നിട്ട് മറുപടി കൊടുക്കാതിരിക്കുക, അതിന്റെ സനതോ അതിന്റെ രേഖയോ ചോദിച്ചിട്ട് വരാതിരിക്കുക, കൊടുക്കാതിരിക്കുക. അതിന്റെ പേരിൽ എന്തോ ഒരു ജീവിയുടെ പേര് പോലും അവർക്ക് ആ വിഭാഗക്കാർ ഇട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവരാണ് പിരിവ് നടത്താത്തവർ. അവർ തന്നെ വിളിച്ചു പറയുക, അവരെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളുകൾ പറയുക അവിടെ കേരളത്തിൽ ഇത് വിതരണം ചെയ്യുന്നത് വ്യാജമായ മുടിയിട്ട വെള്ളമാണ് എന്ന് അവരെ കൂട്ടത്തിൽ തന്നെ ആളുകൾ പറയുക. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. പള്ളിയുടെ പേരിൽ പല സ്ഥലത്തും ഇവർ പിരിവ് നടത്തിയിട്ടുണ്ട്, എന്നിട്ട് പള്ളിയും കാണുന്നില്ല. ഇങ്ങനെ ഒരുപാട് കേസുകെട്ടുകൾ വ്യാജമായി പിരിവ് നടത്തിയതും വ്യാജമായ മുടിയിട്ട വെള്ളമാണ് കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും വിമർശിക്കപ്പെട്ട വിധത്തിൽ 50,000 രൂപക്ക് വരെ മുടിയിട്ട വെള്ളം വിൽപ്പന നടത്തിയ ഇക്കൂട്ടരാ പറയുന്നത് മറുഭാഗം പിരിവ് നടത്തുന്നുവെന്ന്. കള്ളന്മാരാണെന്ന് പറയുന്നത് ആരാണ്? കേസിൽ കുടുങ്ങി കളവ് നടത്തിയിട്ട്, അതായത് പണിക്ക് പോകാതെ കള്ള ഒപ്പിട്ട് ശമ്പളം വാങ്ങുന്ന വിദ്വാനാ പറയുന്നത് മറുഭാഗം കള്ളനാണ് എന്ന്. ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഇത്തരക്കാർ പ്രശ്നമുണ്ടാക്കുന്നവരാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുന്നു. ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പൊതുരംഗത്തുള്ള ആളുകൾ രണ്ട് കൂട്ടരുടെയും ഇടയിൽ രമ്യമായി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥതയോടുകൂടി മുന്നോട്ട് വെച്ച ഒരു അഭിപ്രായം, രണ്ടു കൂട്ടർക്കും സമ്പന്നനായ ഒരു ഖത്തീബിനെ കൊണ്ട് ഖുതുബ ഓദിക്കാമെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ നിലപാട്, ഇതിനെതിരിൽ മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കണം, കുഴപ്പമുണ്ടാക്കണം എന്ന നിലയ്ക്ക് തന്നെ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത് സമൂഹത്തിൽ പച്ചയായി ബോധ്യപ്പെടുകയാണ്. ഇവരെ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ പ്രശ്നം പരിഹരിക്കപ്പെടും, കേരളം നന്നാകും, സമുദായത്തിൽ ഗുണം ചെയ്യുമെന്ന് വളരെ വ്യക്തമാണ്. ഇതാണ് സുന്നി വോയിസിന് ഈ വിഷയത്തിൽ പറയാനുള്ളത്.